വിഷമിക്കണ്ട, അവൻ പോയില്ലേ, അവൻ കണ്ടുപിടിക്കും. അമ്മേ, എന്താടാ മോനെ, മീരനെ കണ്ടുപിടിച്ചോ? എന്താടാ ഹരി, പറ. മീരനെയൊക്കെ തിരിച്ചു കിട്ടി. ആന്റി സങ്കടപ്പെടണ്ട, ഞാൻ എപ്പ വിളിക്കാളെ. അമ്മേ, മീരേ, എവിടെയായിരുന്നു മോളെ നീ? ഇനി എന്തിനാ അമ്മ സങ്കടപ്പെടുന്നേ? ഞാൻ തിരിച്ചു വന്നില്ലേ മോളെ? ആന്റി വാ മോളെ, വാടാ മോനെ, നിങ്ങൾക്ക് രണ്ടാക്കൊന്നേ കഴിച്ചെടുക്കാം. വേണ്ട ആന്റി, ഞങ്ങള് കഴിച്ചിട്ടാ വന്നേ. ആ അല്ല ചേച്ചി, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഈ സങ്കടത്തിന്റെ ഇടയിൽ കൂടെ എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും സർപ്രൈസ് ഉണ്ട് കേട്ടോ. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അതൊക്കെ ഉണ്ടടാ. ആദ്യം മോട്ടു സൂരജ് ഒക്കെ എണീക്കട്ടെ, എന്നിട്ട് പറയാം. ആദ്യം നിങ്ങൾ പോയി എന്തെങ്കിലും കഴിക്ക്. എന്നാ വാ. മോട്ടു, മോട്ടു എണീക്ക്. അമ്മേ, പ്രേത. ഇത് സ്വപ്നമാണോ? ഇടയ്ക്കൊന്ന് കിടപ്പുണ്ടില്ലേ? സുരജ്, എന്താ മോട്ടു? അപ്പൊ നീ ഉറങ്ങല്ലേന്നില്ലേ? ഞാൻ നീ ഞെട്ടി എണീച്ചപ്പോഴേ എണീച്ച്. ഞാൻ ഇന്നലെ ഒരു വൃത്തിയായിട്ട് സ്വപ്നം കണ്ടടാ. എനിക്ക് തോന്നി നിന്റെ അലർച്ച കേട്ടപ്പോഴേ. മോട്ടു, വാ, അമ്മ വിളിക്കണ്ട്. എണീക്ക. വാ. ചേച്ചി, ചേച്ചി, ഇതെന്താ രമേ, നിങ്ങളൊക്കെ ഇങ്ങോട്ട് പോവാ? അപ്പൊ ചേച്ചി ഞാൻ പറഞ്ഞതൊക്കെ മറന്നുപോയോ? നമുക്ക് പോണ്ടേ? ആ, ഞാനത് മറന്നുപോയി. സോറി രമേ. അതൊന്നും സാരില്ല ചേച്ചി, നമുക്ക് വേഗം ഇറങ്ങാം. ചേച്ചി പോയി മാറ്റി. എന്നാ ശരി, നീ കുറച്ച് നേരം വെയിറ്റ് ചെയ്യ്. ഞാൻ മക്കളോടൊക്കെ മാറ്റാൻ പറയട്ടെ. നമ്മൾ എങ്ങോട്ടാ അമ്മ പോകുന്നേ? കണ്ടോ? ആരേടി? പോവാ. പോവാനായില്ലടാ മോട്ടു, നിന്റെ ചേച്ചി അമ്മയൊക്കെ എവിടെ? ഓടിക്ക് വരുന്നുണ്ട്. എടാ മോട്ടു, നമ്മളിന്ന് സെയിം ആണല്ലോ. ബ്ലൂ ബ്ലൂ. ആ, ശരിയാ. ചേട്ടന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? അടിപൊളി. ആ ചേച്ചി, സാരി നല്ല ഭംഗിയുണ്ടല്ലോ. താങ്ക് യു രമേ. മീര എവിടെ പോയി? അവളും കൂടെ വന്നാ പോവേന്നു. ആ, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. മീരേ, ഒന്ന് വേഗം വന്നേ. എന്നാ പോയാലമ്മേ. മീരേ, എന്നാ പോയാലോ? ആന്റി, ഇതിന്റെ കൊട്ടാരോ? ശരിയാ. വാ, അകത്തേക്ക് പോവാ. നിങ്ങൾ അകത്തൊന്നും കണ്ടില്ലല്ലോ. അപ്പൊ മക്കളൊക്കെ എപ്പോഴാ വരിക? അവര് വന്നോളും ചേച്ചി. അവര് പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് വന്നോളും. നമുക്ക് അകത്തോട്ട് പോവാ. വീടല്ലേ ചേച്ചി? അതെ, നമുക്ക് ഇതേപോലത്തെ ഒരു വീടുണ്ടാക്കാൻ പറഞ്ഞാലോ അച്ഛനോട്. അത് ശരിയാ. ദേ സൂരജൊക്കെ വരുന്നേ. നിങ്ങൾ രണ്ടാളും എന്ത് ചെയ്യാ? നമുക്ക് എന്തെങ്കിലും കളിച്ചാലോ? എന്താ കളിക്കാ? കളനും പൊളിച്ചും കളിച്ചാലോ? എന്നാ ഞാൻ പോയി ചേട്ടനെയും കൂടി വിളിച്ചിട്ട് വരാം. ആടാ പറ. എന്ത് പണിയടാ, ഞാൻ വെറുതെ ഇരിക്കുന്നു. ആഹാ, അരിച്ചേട്ടനല്ലേ അത്? അങ്ങനെയൊന്നുമില്ലടാ. കേട്ടില്ലെന്നാ തോന്നുന്നേ. ഒന്നുകൂടി വിളിച്ചോക്കാം. എടാ ഒരു മിനിറ്റേ, ഞാൻ നിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഇവിടെ എന്തോ സൗണ്ട്. ഓക്കേടാ. ആ, എന്തൊരു സൗണ്ട്? നീ ഇതിന്റെ ഇടയിലെങ്ങാനും പാമ്പ് വല്ലതും ഉണ്ടോ? പാമ്പല്ല, ചേമ്പ്. ഒന്നുകൂടെ നോക്കിക്കൂടെ? പാവം, പാമ്പാന്ന് വിചാരിച്ച് അവിടെയൊക്കെ നോക്കുക. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ഹരിച്ചേട്ടാ. ഇന്നാണല്ലോ വിളിക്കുന്നേ. പാമ്പ് പേരും വിളിക്കൂ. ഹരിച്ചേട്ടോയ്. ഓ, ഇവളായിരുന്നു എന്നെ വിളിച്ചേ. ആ സെലീന, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? ആ വാ. ഞാൻ എത്ര നേരം ചേട്ടനെ വിളിക്കുന്നു? അത് ഞാനൊരു ഫോണിലായിരുന്നു, അതാ കേക്കാഞ്ഞ്. ആണോ? സാരല്ല. നീ എവിടെ പോയി വരാ? ഞാനും മമ്മി അനിയത്തിയും കൂടി ഇവിടെ അടുത്ത് വരെ ഒന്ന് പോയതാ. ഞങ്ങളൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പൊ അതിന് പോയി വരാ. ഓ, അപ്പൊ റെയിനയും മമ്മിയൊക്കെ ഇവിടെ പോയി? അവര് വന്നില്ലേ? ഇല്ല, അവര് റിലേറ്റീവിന്റെ വീട്ടിലാ. ഞാൻ പിന്നെ വീട്ടിലേക്ക് ഒന്ന് വന്നിട്ട് പോവാ വിചാരിച്ചു. ആണോ? ഇവിടെയൊക്കെ കണ്ടിട്ട് ഏതൊക്കെ ഗസ്റ്റ് ഉണ്ട് തോന്നുന്നുണ്ടല്ലോ. ആ ഇവിടെ അച്ഛന്റെ ഫ്രണ്ട്സിന്റെ ഫാമിലിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അവര് കുറച്ചു ദിവസം നിക്കാൻ വേണ്ടി വന്നാ.